100% സാക്ഷര കേരളം. ആ കേരളത്തിൽ സാക്ഷരത നേടാൻ വേണ്ടി എല്ലാ കുഞ്ഞുങ്ങളെയും സ്കൂളിലേക്ക് നമ്മൾ അയക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആ സ്കൂളിലേക്ക് അയക്കുന്നത് കുഞ്ഞുങ്ങളുടെ മരണത്തിലേക്ക് അയക്കുന്നതിന് തുല്യമായി മാറുകയാണോ? എന്തു പറയുന്നു പൂർണ്ണമി? ശരിക്കും അത് നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ തുടർന്ന് ഈ ഒരു അടുത്ത സമീപകാലത്തായിട്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ ആത്മഹത്യ അല്ലെങ്കിൽ മരണങ്ങൾ നമ്മൾ തുടർക്കഥയായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരു +1 വിദ്യാർത്ഥി സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, കാരണമായിട്ട് പറയുന്ന 2 കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്, സ്കൂളിൽ എന്തോ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് ഒരു കാരണം പറയുന്നത്. മറ്റൊന്ന്, സ്കൂളിലെ ക്ലർക്ക് തൻ്റെ അച്ഛനെ വിളിച്ചു എന്ന് അതിൽ മനസ്സ് വിഷമിച്ചാണ് കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇത് രണ്ടും ശരിയാണോ എന്നുള്ളത് അറിയില്ല. ശരിക്കറിയോ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, സെമിനാർ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ നമുക്കും പേടിയുണ്ടായിരുന്നു ടീച്ചേഴ്സിനെ. അയ്യോ, ആ ഡേറ്റിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഡേറ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കൊക്കെ ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെയൊക്കെയുള്ള ലെവൽ ഓഫ് തോട്ട് അന്ന് എവിടെ വരെ പോകുമായിരുന്നു. ഒന്നെങ്കിൽ ആ പീരീഡ് എങ്ങനെയും ക്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്ത് എങ്ങോട്ടെങ്കിലും മുങ്ങണം, അതല്ലാന്നുണ്ടെങ്കിൽ അന്ന് എന്തെങ്കിലും കള്ളത്തരമാണെങ്കിലും പറഞ്ഞ് ലീവ് എടുക്കണം. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്താഗതിയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പറയുന്ന കറക്റ്റൊക്കെ. പണ്ട് കലാലയങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ സാറ് ആ പീരീഡത്തേക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവർ. അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്പം തന്നെ ക്ലാസ്സിൽ അധ്യാപകർ പറയാം, നിങ്ങൾ മിണ്ടാതിരിക്കും പിള്ളേരെ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ശിക്ഷ തന്നു, മാറ്റി പിടിച്ച് മൂലയ്ക്ക് നിർത്തിയാലും അടുത്ത പീരീഡ് നമ്മൾ വെള്ളം വയ്ക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ കലാലയങ്ങൾ ചോരക്കളമായി മാറിയിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ എത്രാമത്തെ വാർത്തയാണ്? കഴിഞ്ഞ ദിവസമാണ് സ്കൂളിലെ പീഡനങ്ങൾ എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥി മരിച്ചു കഴിഞ്ഞിട്ടാണ്. അതും പബ്ലിക് സ്കൂളാണ്. ഇത് VHSE ആണ് അല്ലേ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. സോ 2 വിദ്യാർത്ഥികളൊന്നും വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. ഒരുത്തന് 10ാം ക്ലാസ് 14 വയസ്സും ഒരുത്തന് 17 വയസ്സോ ആയിട്ടുള്ളൂ. ആ കുഞ്ഞു പ്രായത്തിൽ പഠിച്ച് നല്ലൊരു ജോലിയിലേക്കോ, നല്ല VHSE എന്ന് പറയുമ്പോൾ ടെക്നിക്കലി പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ്. അത്യാവശ്യം പഠിക്കേണ്ട കുട്ടികൾക്കാണ് VHSEയിൽ എപ്പോഴും അഡ്മിഷൻ കിട്ടുക. ടെക്നിക്കലി പഠിക്കുന്ന കുട്ടികൾക്ക്, പോളിടെക്നിക്കിന് വേണ്ടി പോകുന്നു, പോളിടെക്നിക്ക് കഴിഞ്ഞ കുട്ടികളാണ് VHSEയിലേക്ക് കൂടുതലും വരിക. ഭാവിയിൽ എഞ്ചിനീയർമാരായി അവർക്ക് മാറുകയും ചെയ്യാം. അങ്ങനെ ഒരു കലാലയത്തിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ട് പറയുന്ന കാര്യം അസൈൻമെന്റ് വെക്കാൻ അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലർക്ക്, അത് അവന്റെ സഹപാഠിയും ഈ പറയുന്ന കുട്ടിയുടെ സഹപാഠി പറയുന്നുണ്ട്. എല്ലാവരോടും ആ രീതിയിലാണ് പെരുമാറുന്നത്. അയാൾ ഒരു തരം സൈക്കോ ടൈപ്പ് ആണെന്നാണ് അവിടുത്തെ അധ്യാപിക പറഞ്ഞതെന്നാണ് പറയുന്നത്. ഈ ക്ലർക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ പരാതി കൊടുത്തിട്ടുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ പുള്ളിക്ക് ആ ക്ലർക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ വയ്യാഴികയുള്ള ആളാണ്, സുഖമില്ലാത്ത ആളാണ് എന്താണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഈ ആത്മഹത്യക്ക് കാരണമാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. നമുക്കിപ്പോൾ സംസാരിക്കാനുള്ള അതല്ല, നമുക്ക് ജനറലൈസ് ചെയ്ത് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ ഈ രീതിയിൽ തുടർന്നും പോവുകയാണ്. എത്രയോ കുരുന്ന ജീവനുകൾ ഇനിയും നഷ്ടപ്പെടും അല്ലേ? അതെ, കാരണം നമ്മുടെ പ്രശസ്ത യാത്രികൻ സന്തോഷ് ജോർജ് സാർ പറയുന്നത് പോലെ നമ്മുടെ ഒന്നും വിദ്യാഭ്യാസ രീതിയല്ല. ഇതൊന്നും അല്ല ഇവിടെ പഠിപ്പിക്കേണ്ട കുട്ടികളെ. നമുക്ക് ഇന്നും അറിയില്ല നമ്മൾ എന്തിനാണ് സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിച്ചത് എന്തിനാണെന്ന് അല്ലേ. ഫിസിക്സ് ഇത്ര കാര്യങ്ങൾ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞുങ്ങളെ മനുഷ്യരാക്കി വളർത്താൻ നമ്മുടെ സ്കൂളുകൾ മറന്നു പോകുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുഞ്ഞുങ്ങൾ അത്രയും പ്രഷറിലാണ് ഇന്ന് സ്കൂളുകളിൽ പഠിക്കുന്നത്. ഇന്ന് ശരിയാണ്, ഇപ്പോൾ എൻ്റെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ, എൻ്റെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ശരിയാണ്, നമ്മൾ പാഠപുസ്തകങ്ങളിൽ പണ്ട് കാണാപ്പാഠം പഠിച്ച കാര്യങ്ങളല്ല എക്സാമിന് പോയി എഴുതി വെക്കുന്നത്. പകരം അവിടെ ടീച്ചർമാർക്കും കൂടെ പ്രശ്നമാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ തന്നിട്ട് ക്രിയേറ്റിവിറ്റി വളർത്താൻ എന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു. അത് വളരെ നല്ല കാര്യം. പക്ഷേ അതിന് വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ഈ പറയുന്ന അധ്യാപകർക്ക് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ആരോട് പറയാൻ, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് മാത്രമാണ് എല്ലാം പറയുക. വീട്ടിൽ പറയാത്ത പല കാര്യങ്ങളും നമ്മൾ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നതിന്റെ ഭാഗമായിട്ടാണെന്നുള്ള തിരിച്ചറിവ് പോലും അതിന് പകരം ഇന്ന് ഒളിപ്പിച്ചും പാത്തും എല്ലാം സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ബാൻഡ് ആണെങ്കിലും ഒളിച്ചും പാത്തും എല്ലാം സ്കൂളുകളിൽ മൊബൈൽ ഫോൺ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. ഏത് നേരം നോക്കിയാലും ഈ പറയുന്ന +1 +2 ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾ ഫോണുമായിട്ടാണ് ഇരിപ്പ്. ഈ ഫോണിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്വന്തം അടുത്തിരിക്കുന്ന കൂട്ടുകാരനോട് സംസാരിക്കുന്നതിലും അവനിഷ്ടം ദൂരെ എങ്ങോ ഇരിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിനോട് സംസാരിക്കാനാണ്. സോ ഇതിനൊക്കെ അഡിക്റ്റ് ആയി പോയി കുട്ടികൾ ഓപ്പൺ ആയിട്ട് വീട്ടിൽ സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ വീട്ടിൽ സംസാരിച്ചില്ലെങ്കിൽ പണ്ട് കൂട്ടുകാരെങ്കിലും സംസാരിക്കുമായിരുന്നു. നമ്മൾ ഇതിനു മുൻപും ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഒരു പരിധി വരെ വീട്ടുകാരുടെ ഭാഗത്തും ഇതിനൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് വേണം പറയാൻ. അതായത് ഈ കുട്ടികളെ മാർക്കിന് വേണ്ടി പ്രഷറൈസ് ചെയ്യുന്നത് ഞാൻ ഒട്ടും അതിനോട് യോജിക്കുന്നില്ല. അതായത് പണ്ടോട്ടേ നമ്മൾ കണ്ടുവരുന്നൊരു സമ്പ്രദായമാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലെ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കുട്ടികളുടെ പേര് പറഞ്ഞ് കമ്പയർ ചെയ്ത് അവർക്ക് ഇത്ര കിട്ടി, നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ, അങ്ങനെയൊന്നും ശരിക്കും കുട്ടികളോട് ചെയ്യല്ലേ. അവളെ പോലല്ല ഈ കുട്ടി അല്ലേ, എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണുള്ളത്. കാരണം പണ്ട്
ബാക്ക് ബെഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തള്ളിയിടുമായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സും തന്നെ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് പിന്നീട് ടോപ്പ് ലെവലിൽ എത്തിയ ആൾക്കാരൊക്കെ ഈ ബാക്ക് ബെഞ്ചേഴ്സ് അവർ ചോദിക്കുന്ന പോലെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഏറ്റവും അധികം ഉന്നതമനത്തിൽ എത്തേണ്ട ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് തള്ളിയിടുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ പുറത്തുള്ള ആൾക്കാർ ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു ചോദ്യം അന്നത് അന്നത്തെ കോലാഹലത്തിനിടയിൽ മിടുക്കന്മാരുടെ കോലാഹലത്തിനിടെ താന്നുപോയെങ്കിലും പിന്നീട് അത് ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഈ ചർച്ചകളും ഈ കാര്യങ്ങളും നടക്കുന്നതല്ലാതെ ഈ സ്കൂളുകളിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് സ്കൂളുകളിലെ അധ്യാപകർ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുക, കുത്തിക്കൊല്ലുക, ഈ ഒരു പേടി ഒരു പക്ഷേ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കുട്ടി ഈ മരണം തിരഞ്ഞെടുത്തതെങ്കിൽ അപ്പോൾ ആ ടീച്ചർ അല്ലെങ്കിൽ ആ അധ്യാപകനോ അധ്യാപികയോ ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് വിധേനയായിരിക്കും കുട്ടികളുമായിട്ടുള്ള ആശയവിനിമയം. അതെ, എന്തിനാണ് അവരൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ഇത്രയും പേടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ ക്ലർക്ക് അല്ലെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയട്ടെ പറഞ്ഞു, ഈ ക്ലർക്കുമാർക്ക് അല്ലെങ്കിൽ ഇച്ചിരി ചൊറിച്ചിൽ കൂടുതലാണ്. കാരണം ഞാനൊരു വിമൻസ് കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ ലേഡീസ് തന്നെയാണെങ്കിലും നമ്മൾ കോളേജ് ഫീസ് അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ ചെല്ലും. ഇവർക്ക് ഒരു തരം നമ്മൾ ആ പ്രായത്തിൽ ഇച്ചിരി ഇളക്കമൊക്കെ നമുക്ക് കാണുമല്ലോ, സ്വാഭാവികമാണ്. നമ്മൾ പറന്ന് നടക്കുന്ന പ്രായമാണ്. നമ്മൾ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും ഈ വിളിച്ചാൽ വിളിയേക്കാതെയൊക്കെ നമ്മൾ ആ കോളേജിന്റെ സ്കൂളിന്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര അഡമൻസിയാണ്. നമ്മൾ ഇതിനു മുമ്പ് അവരോട് സംസാരിക്കുകയോ ഒരു ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഫീസ് അടയ്ക്കാൻ വരുമ്പോൾ ഫൈൻ, അന്നത്തെ കാലത്ത് 5 രൂപ വലിയ ഫൈനാ, അല്ലെങ്കിൽ 10 രൂപ വലിയ ഫൈനാ. അപ്പോൾ 10 രൂപ ഫൈൻ അടയ്ക്കണം, നീ ഇന്ന് അടച്ചില്ല, അപ്പം ഇന്നലെ അല്ലേ അടയ്ക്കണം, അത് പറ്റത്തില്ല. അങ്ങനെ ആ ഒരു ചെറിയ ടൈപ്പ് ഓഫ് മെന്റൽ അന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെക്കാളും കുറെ കൂടെ മാനസികമായിട്ടുള്ള ശക്തി ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇന്ന് ഈ ക്ലർക്കിനെ കുറിച്ച് അത് സമഗ്രമായ ഒരു അന്വേഷണം വേണം. കാരണം ഈ ക്ലർക്ക് ഈ കുട്ടികളുടെ പലവട്ടം പലരുടെയും തന്തയ്ക്ക് വിളിക്കാൻ ഇയാൾ ആര്, നമ്മൾ ഇവിടെ നിന്ന് ഈ ചാനലിരുന്ന ആൾക്കാർ അത് വിദ്യ അഭ്യസിക്കാനായി അല്ലെങ്കിൽ നല്ല ഒരു വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങേണ്ട കുട്ടികളുടെ അടുത്താണ് ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ കളരിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. സത്യത്തില് ഈ കുഞ്ഞുങ്ങളെ അച്ചടക്കം പഠിപ്പിക്കാനാണല്ലോ സ്കൂളിൽ ചേർക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരുടെയും ഒരു അച്ചടക്കത്തിന്റെ ഒരു ആഴം എന്താണെന്ന് ഈ പറയുന്ന DE ഓഫീസിൽ നിന്നോ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ ആൾക്കാർ ഇൻസ്പെക്ഷൻ നടത്തണം. സാധാരണ എല്ലാ വർഷവും ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഈ ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കാറില്ല. എന്തിനാണാവോ കൊടുക്കുന്നത്? നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വരെ ഞാനത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ സമീപകാലത്ത് അറിയില്ല, പക്ഷേ അടുത്ത നാളുകളിൽ വരെ അത്തരത്തിലുള്ള ട്രെയിനിങ് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ തീർച്ചയായിട്ടും കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഈ പാഠ്യേതര പദ്ധതികൾ മാത്രമായിരിക്കില്ലല്ലോ ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളോടുള്ള സമീപനം, കാരണം മാറുന്ന ലോകമാണ്, മാറുന്ന കാലമാണ്. അപ്പം ഈ കുട്ടികളുടെ രീതി, ഈ ജനറേഷൻസ് മാറുന്നതിനനുസരിച്ച് എല്ലാ സ്വഭാവങ്ങളും മാറും, ടെക്നോളജി ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് എല്ലാ രീതികളും മാറും. നമ്മൾ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം ഈ കോവിഡ് വന്നു. ആ കോവിഡ് വന്ന സമയത്ത് സ്കൂളുകൾ പൂർണ്ണമായും അടച്ചിട്ട കാലഘട്ടമായിരുന്നു. ആ സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകൾ, അതായത് സ്കൂളുകൾ നിർത്തിവെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സമയം നഷ്ടമാവും എന്നുള്ള ചിന്താഗതിയിൽ മൊബൈൽ ഫോണിന്റെ പോസിറ്റീവ് സൈഡിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ നഷ്ടമാവാത്ത വിധത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതൊക്കെ നമുക്ക് അഭിനന്ദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ആ സമയത്താണ് ഈ കുട്ടികൾ ഈവൻ മൊബൈൽ ഫോണുകൾ ഇല്ലാത്തവരിലേക്ക് പോലും അതിതീവ്രമായിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളുടെ ഒരു കടന്നുവരവ് തന്നെയായിരുന്നു ആ ഒരു കാലഘട്ടം. ആ ഒരു സമയം കൊണ്ട് തന്നെ അതിനെ വേണ്ട, അതായത് നല്ല ഉപയോഗത്തിനുള്ളവർക്ക് നല്ല ഉപയോഗത്തിനും കിട്ടി, അതല്ല അതിൻ്റെ മോശം വശം ഉപയോഗിക്കേണ്ടവർക്ക് ആ രീതിയിലും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എല്ലാവരും അങ്ങ് ആ രീതിയിൽ മൊബൈൽ ഫോണിനെ നല്ല രീതിയിൽ കുട്ടികളടക്കം കൈകാര്യം ചെയ്തു. ഈവൻ LKG അല്ലെങ്കിൽ UKG പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. അതെ, കാരണം ഈ മൊബൈൽ ഫോൺ കൊടുക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ തുടരുതെന്ന് പറയുന്ന കാലത്തിൽ നീ അത് എടുത്ത് പഠിക്കടാ എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൊണ്ടുവന്ന് കൊറോണ കാലമാണ്. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ് കുട്ടികൾ മൊബൈലുമായിട്ട് ഇത്ര അഡിക്റ്റ് ആയി മാറിയത്. അല്ലെങ്കിൽ ഒരു നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഓൺലൈൻ ക്ലാസ്സുകൾ നിർത്തലാക്കിയപ്പോഴും കുട്ടികൾ പറയും, സാറുമാർ ഞങ്ങൾക്ക് വാട്സപ്പിൽ ഈ നോട്ട്സ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് നോക്കി പഠിക്കണം, റെഫർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പണ്ട് കോളേജുകളിൽ കേട്ടോണ്ടിരുന്നത്. കോളേജുകളിൽ അങ്ങനെ നമുക്ക് ഒക്കെ കിട്ടും, നമ്മൾ പ്രിന്റ്. പക്ഷെ അത് സ്കൂളുകളിലേക്കും ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, അല്ലെങ്കിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആ തലത്തിലേക്ക് ഇത് മാറിയത് ഈ ഒരു സമയത്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സ്കൂളുകളാണ്. സ്കൂളുകളും സമൂഹത്തിലുമാണ് കുട്ടികൾ കൂടുതലധികം ചെലവഴിക്കുന്നത്. അപ്പോൾ അവരെ മനസ്സിലാക്കാൻ അവിടെ ഉള്ളത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു 10-20 വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ഥിരമായി കാണുന്നത് അവരുടെ അധ്യാപകർ വിദ്യാർത്ഥികളെ കാണുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്ന മുഖം അധ്യാപകർ മാറിയേക്കാം, പക്ഷേ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണ് അതൊക്കെ കാണുന്നത്. അപ്പോൾ അവർ പെർഫെക്റ്റ് ആയിരിക്കണം, 100% പെർഫെക്റ്റ് ആവണമെന്ന് എല്ലാ സ്കൂളുകാരും ഉറപ്പാക്കിയേ പറ്റും. കാരണം ഇപ്പോൾ സാലറി ഇവർക്കൊക്കെ കൂടുന്നു, അധ്യാപകർക്ക് എന്താണ് ശമ്പളം, അപ്പോൾ അതിനനുസരിച്ച് ഇവർ എന്തുകൊണ്ടാണ് ആ ശമ്പളം കൂടിയപ്പോൾ എനിക്ക് തോന്നുന്നു ആത്മാർത്ഥത അങ്ങ് കുറഞ്ഞു പോയത്. നമ്മൾക്ക് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥികളെ മാത്രം ഇവിടെ കുറ്റപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല. കാരണം ഇപ്പോൾ ഈ ഗ്ലോബൽ സ്കൂളിലെ കേസ് ആയാലും VHSലെ കേസ് ആയാലും ഈ റാഗിങ് നഴ്സിംഗ് കോളേജിലെ കേസുകളായാലും അധ്യാപകരൊന്നും അറിഞ്ഞിട്ടില്ല.
നമ്മൾ വാർത്തയിലേക്ക് കേൾക്കുമ്പോൾ എന്തോ അയ്യോ ഇതൊന്നും ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് ഒരുപാട് അധികരിച്ച് അത്രയും ഡീപ്പായി കഴിയുമ്പോഴാണ് അധ്യാപകർ പോലും അറിയുന്നത്. അപ്പം അവരതിനുള്ള അപ്പോൾ ഒന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ പോയിരിക്കാം, അല്ലെങ്കിൽ അവൻ മൃതപ്രായനായിരിക്കാം. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ കോളേജിൽ കുഞ്ഞുങ്ങളെ റാഗ് ചെയ്യുന്നതായാലും ഈ പറയുന്ന കൊച്ചു ക്ലാസ്സുകളിൽ ഒരു വിദ്യാർത്ഥിയെ അതായത് ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകളിൽ സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് സ്കൂളിലെ കാര്യം എന്തായിരിക്കും പുറമൊന്നും ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനൊന്നും ഒരു വിലയില്ല. കുട്ടികളുടെ ജീവനോ അവരുടെ പ്രായം, അവരുടെ മനസ്സ്, ഇതൊക്കെ ഒരു പളുങ്ക് മണി പോലെയാണ്. അത് എത്രയും നല്ല രീതിയിൽ വാർത്തെടുക്കാമോ അത്രയ്ക്ക് നല്ലൊരു സമൂഹം നമുക്കുണ്ട്. ഇപ്പം കിടന്ന് അപലപിച്ചിട്ട് എന്താണ് കാര്യം? നമ്മുടെ കേരളം എന്താണ് ഇങ്ങനെ ആയി പോയത്? നമ്മുടെ കേരളം എന്താണ് ഇങ്ങനെ ക്രൂരകൾ ഈ പറയുന്ന പോലെ അച്ഛനമ്മമാരെ കുത്തിക്കൊല്ലുന്നു, വീടിന് പെട്രോൾ ഒഴിച്ച് തീയിടുന്നു, ഡോക്ടറിന് പഠിച്ച മകൻ ഡോക്ടർമാരായ അച്ഛനമ്മമാരെ പുറകിന്ന് വെട്ടിക്കൊല്ലുന്നു ഗെയിമിന് അഡിക്റ്റ് ആയിട്ട്. ഇപ്പോൾ കാർണവൽ വധക്കേസിലാണെങ്കിലും ഷെറിൻ്റെ സ്ത്രീകൾ കൊല്ലുന്നു, അല്ലെങ്കിൽ ജോളി അങ്ങനെ സൈനൈഡ് ആക്രമണം ചെയ്യുന്നു, സൈനൈഡ് കൊടുത്ത് കൊല്ലുന്നു. ഇതൊക്കെ എങ്ങനെയുണ്ടായി? ഇവരെല്ലാം ഒരിക്കൽ കുട്ടികളായിരുന്നു. ഒരിക്കൽ കുട്ടികളായിരുന്നു. അവരുടെ മാനസിക വ്യാപാരം മനസ്സിലാക്കാൻ അന്നത്തെ അധ്യാപകർ പരാജയപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അവർ ഇന്ന് മുതുക്കന്മാരായി മാറി പിന്നെ ക്രിമിനലുകളായി മാറിയത്. അത് തന്നെയാണ് റെപ്പറ്റീഷൻ സംഭവിക്കാൻ പോകുന്നത്. ഇന്നൊരു ജോലിയെങ്കിൽ ഇനി ഇന്നൊരു 100 ജോലികൾ, ഇതിനപ്പുറം ജോലികൾ വരാം. ഇന്നൊരു ഗ്രീഷ്മയെങ്കിൽ നാളെ 100 ഗ്രീഷ്മകൾ വന്നേക്കാം. സോ ഇനി ഗ്രീഷ്മയെയും ജോലിയെയും ഷെറിനെയൊക്കെ വാർത്തെടുക്കാനാവരുത് ഒരിക്കലും ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു കലാലയം അല്ലെങ്കിൽ ഒരു സ്കൂളുകൾ ഉണ്ടാവേണ്ടത്. അതിന് നമ്മൾ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പാഠ്യേതര പദ്ധതികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പാഠങ്ങൾ പഠിച്ചോട്ടെ, അറിവുകൾ നേടിക്കോട്ടെ, പകരം അവരുടെ മാനസിക ആരോഗ്യം എത്ര കാശ് കൊടുത്താലും കിട്ടില്ല. സോ ഇന്ന് മാനസിക ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് മരിക്കാൻ പാടില്ലാത്ത പല കുഞ്ഞുങ്ങളും ഇന്നും ആത്മഹത്യ ചെയ്ത് കളയുന്നത്. ആ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം മതി അവർക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇന്നിപ്പോൾ കലാലയങ്ങൾ ശവപ്പറമ്പുകളായി മാറുന്നത്, അല്ലെങ്കിൽ സ്കൂളുകൾ ഇന്ന് ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അതോടെ നമ്മുടെ സമൂഹവും രക്ഷിതാക്കളും പ്രത്യേകിച്ച് അധ്യാപകർ അവർ തീർച്ചയായിട്ടും ഇതിൽ കൈകടത്തിയേ മതിയാവൂ. അതിനുള്ള പരിശീലനം, സമഗ്ര പരിശീലനം അധ്യാപകർക്ക് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്ന് മാത്രം പറയുന്നു.